ഒരു പന്ത്, ഒരു ലോകം. ലോകകപ്പ് വിശേഷങ്ങൾ. ലോകം ഒരു ഫുട്ബോളിലൂടെ ഒന്നിക്കുമ്പോൾ ലോകകപ്പ് പോരാട്ടങ്ങളുടെ അവലോകനവുമായി റേഡിയോ മാറ്റുലി നിങ്ങളോടൊപ്പം. ഒരു പന്ത്, ഒരു ലോകം. തുടർച്ചയായ രണ്ടാം വിജയത്തോടെ ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിൽ കടന്ന് ആതിഥേയരായ യു എസിന് ഡി ഗ്രൂപ്പിൽ 6 പോയിന്റായി. രണ്ടാം മത്സരം തോറ്റെങ്കിലും ഒരു വിജയവുമുള്ള ഓസ്ട്രേലിയ 3 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ്. ആദ്യ മത്സരത്തിൽ പാരഗ്വായ്ക്കെതിരെ US 4-1 വമ്പൻ വിജയം സ്വന്തമാക്കിയിരുന്നു. ഗ്രൂപ്പിലെ അവസാന പോരാട്ടത്തിൽ തുർക്കിയോട് തോറ്റാലും പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ യുഎസിന് ഫിനിഷ് ചെയ്യാനാകും. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാരാണ് അടുത്ത റൗണ്ടിലേക്ക് കടക്കുക. നെതർലൻഡ്സിനോട് 1-നെതിരെ 3 ഗോളുകൾക്ക് തോറ്റതോടെയാണ് 2022 ഖത്തർ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിൽ നിന്ന് US പുറത്തായത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ യുഎസ്എയുടെ ആധിപത്യം മത്സരത്തിൽ പ്രകടമായിരുന്നു. അതേസമയം പന്ത് കൈവശം വെച്ച് കളിക്കാൻ സാധിക്കാത്തത് ഓസ്ട്രേലിയയ്ക്ക് തിരിച്ചടിയായി. 11-ാം മിനിറ്റിൽ US താരം ഫലാരിൻ ബലോഗോണിന്റെ മുന്നേറ്റമാണ് ഓസ്ട്രേലിയയുടെ സെൽഫ് ഗോളിൽ കലാശിച്ചത്. പന്തുമായി ഇടതുവിങ്ങിലൂടെ കുതിച്ച ബലോഗൺ ഓസ്ട്രേലിയൻ ബോക്സിലേക്ക് നൽകിയ ക്രോസ് തടയാനുള്ള കാമറൂൺ ബോർജസിന്റെ ശ്രമം പിഴച്ചു. ബോർജസിന്റെ കാലിൽ തട്ടിയ പന്ത് നേരെ സ്വന്തം വലയിലേക്ക്. സെൽഫ് ഗോളോടെ US 1-0 മുന്നിൽ. 43-ാം മിനിറ്റിലെടുത്ത ഫ്രീ കിക്കിലൂടെയാണ് യുഎസിന്റെ രണ്ടാം ഗോൾ എത്തുന്നത്. കിക്കെടുത്ത ആന്റോണി റോബിൻസൺ പന്ത് ഗോൾ ആർക്കിലേക്കാണ് നൽകിയത്. പന്തെടുത്ത സെർജിനോ ഡസ്റ്റ് പോസ്റ്റ് ലക്ഷ്യമാക്കി അടിച്ചെങ്കിലും ഓസ്ട്രേലിയൻ പ്രതിരോധ താരത്തിൽ തട്ടി ഉയർന്നു പൊങ്ങി. ഈ സമയത്ത് ഗോൾ പോസ്റ്റിന് തൊട്ടു മുന്നിലെത്തിയ അലക്സ് ഫ്രീമാൻ പന്ത് വലയിലേക്ക് തട്ടിയിടുകയായിരുന്നു. ലൈൻ റഫറി ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർത്തിയെങ്കിലും വാർ പരിശോധനകൾക്ക് ശേഷം ഗോൾ അനുവദിക്കുകയായിരുന്നു. സ്കോർ 2-0. ഹാഫ് ടൈം വിസിൽ മുഴങ്ങിയതോടെ US 2 ഗോളുകൾക്ക് മുന്നിൽ. രണ്ടാം പകുതിയിൽ ടീമിൽ 3 മാറ്റങ്ങളുമായി ഓസ്ട്രേലിയ കളത്തിലിറങ്ങി. എന്നാൽ രണ്ടാം പകുതിയിലും ആദ്യ മിനിറ്റുകളിൽ US തന്നെയായിരുന്നു ആധിപത്യം. 61-ാം മിനിറ്റായതോടെ 4 മാറ്റങ്ങളും ഓസ്ട്രേലിയ കൊണ്ടുവന്നു. സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ ക്രിസ്റ്റ്യൻ വോൾപാറ്റോ 62-ാം മിനിറ്റിൽ തന്നെ ഗോൾ നീക്കം നടത്തി ഓസ്ട്രേലിയയ്ക്ക് പ്രതീക്ഷ നൽകി. എന്നാൽ പന്ത് ഗോളാകാതെ ക്രോസ് ബാറിന് മുകളിലൂടെ പോയി. ആദ്യ പകുതിയെ അപേക്ഷിച്ച് ഓസ്ട്രേലിയ രണ്ടാം പകുതിയിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും കളിയുടെ നിയന്ത്രണം യുഎസിന് തന്നെയായിരുന്നു. അവസാന മിനിറ്റുകളായപ്പോൾ മത്സരം കയ്യാങ്കളിയിലെത്തി. US താരം ഫലാരിൻ ബലോഗോനും ഓസ്ട്രേലിയയുടെ ഹൗരി സൗത്തറും യെല്ലോ കാർഡ് കണ്ടു. 6 മിനിറ്റാണ് രണ്ടാം പകുതിക്ക് അധിക സമയമായി അനുവദിച്ചത്. എന്നാൽ ഈ സമയത്തും ഗോൾ മടക്കുവാൻ ഓസ്ട്രേലിയയ്ക്ക് സാധിക്കാതിരുന്നതോടെ മത്സരം 2 ഗോളുകൾക്ക് USA വിജയിച്ചു. മത്സരത്തിന്റെ 2-ാം മിനിറ്റിൽ തന്നെ ഈ ലോകകപ്പിലെ ഏറ്റവും വേഗത്തിലുള്ള ഗോൾ പിറന്നു. പിന്നീടുള്ള 88 മിനിറ്റുകളും ഒപ്പം കിട്ടിയ ഇഞ്ചറി ടൈമിലും നീണ്ട ശൂന്യത മാത്രം. ഒടുവിൽ സ്കോട്ട്ലൻഡിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് മൊറോക്കോയ്ക്ക് ലോകകപ്പിലെ ആദ്യ വിജയം. ആദ്യ മത്സരത്തിൽ ബ്രസീലിനോട് സമനില വഴങ്ങിയ മൊറോക്കോ ഈ വിജയത്തോടെ 4 പോയിന്റുമായി പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. പന്തടക്കത്തിലും പാസുകളിലും ഷോട്ടുകളിലുമെല്ലാം സ്കോട്ട്ലൻഡിനെതിരെ വലിയ മേൽക്കൈ സ്വന്തമാക്കിയാണ് മൊറോക്കോ വിജയം പിടിച്ചെടുത്തത്. രണ്ടാം പകുതിയിൽ തുടർച്ചയായി ഗോളുകൾക്ക് ശ്രമിച്ചതൊഴിച്ചാൽ സ്കോട്ട്ലൻഡിന് അവകാശപ്പെടുവാൻ മറ്റൊന്നുമുണ്ടായിരുന്നില്ല. 2026 ലോകകപ്പിലെ ഇതുവരെയുള്ള വേഗതയേറിയ ഗോളുമായാണ് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ കളിയിലേക്ക് സ്വീകരിച്ചത്. കളി തുടങ്ങി 71 സെക്കൻഡിലായിരുന്നു. അതായത് 1 മിനിറ്റും 11 സെക്കൻഡുകളും കഴിഞ്ഞതിനു ശേഷമായിരുന്നു മൊറോക്കൻ മിഡ്ഫീൽഡർ ഇസ്മായിൽ സൈബാരി സ്കോട്ട്ലൻഡിന്റെ വല കുലുക്കിയത്. കിക്ക് ഓഫിന് പിന്നാലെ ചടുലമായ നീക്കങ്ങളിലൂടെ മൊറോക്കോ സ്കോട്ട്ലൻഡിനെ ഞെട്ടിക്കുകയായിരുന്നു. മധ്യവരയ്ക്ക് സമീപത്തു നിന്ന് ബ്രാഹിം ഡിയാസ് ബോക്സിലേക്ക് നീട്ടി നൽകിയ പന്ത് സൈബാരി പിടിച്ചെടുത്തു. ബോക്സിന്റെ വലതുഭാഗത്തുകൂടെ അതിവേഗം നീക്കം നടത്തിയ സൈബാരി ഗോൾ കീപ്പർ ആംഗബ്സ് ഗണ്ണിനെ മറികടന്ന് ലക്ഷ്യം കണ്ടു. സ്കോട്ട്ലൻഡ് പ്രതിരോധ താരങ്ങൾക്കും സൈബാരിയെ തടയാൻ സാധിച്ചില്ല. സ്കോർ 1-0. മത്സരത്തിൽ മൊറോക്കൻ താരം അഷ്റഫ് ഹക്കീമി മൊറോക്കോയുടെ ലീഡ് ഉയർത്താൻ പലതവണ ശ്രമിച്ചെങ്കിലും പ്രതിരോധ നിരയെയും ഗോൾ കീപ്പറെയും കടന്ന് ഗോൾ നേടുവാൻ സാധിച്ചില്ല. ഫിഫ റാങ്കിങ്ങിൽ ബ്രസീലിനും പോർച്ചുഗലിനും മുകളിൽ 5-ാം സ്ഥാനം അലങ്കരിക്കുന്ന മൊറോക്കോയെ തടഞ്ഞു നിർത്തുകയെന്നത് 40-ാം റാങ്കുകാരായ സ്കോട്ട്ലൻഡിന് ഒട്ടും എളുപ്പമായിരുന്നില്ല. 30-ാം മിനിറ്റിൽ ബോക്സിനകത്തുനിന്നും മൊറോക്കോ താരം നെയിൽ ഐനാബി എടുത്ത ഷോട്ട് സ്കോട്ട്ലൻഡ് ബോക്സിന് മുകളിലൂടെ പുറത്തുപോയി. മൊറോക്കോ താരങ്ങളായ ഇസ്മായിൽ സൈബാരിയും ബ്രാഹിം ഡയസും
കോച്ചും അഷ്റഫ് ഹക്കീമിയും നടത്തിയിരുന്ന അപകടകരമായ നീക്കങ്ങൾ തുടർച്ചയായി സ്കോട്ടിഷ് ഗോൾമുഖത്തെ വിറപ്പിച്ചു. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമായ 6 മിനിറ്റുകളിൽ മൊറോക്കോ താരങ്ങൾ പന്ത് നിയന്ത്രിച്ച് കളിച്ചതോടെ സ്കോട്ട്ലൻഡിന്റെ സമനില ഗോളിനായുള്ള പ്രതീക്ഷകൾ അവസാനിക്കുന്നു. റഫറിയുടെ ഫൈനൽ വിസിലും മുഴങ്ങുന്നു. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയ നിരാശ മറികടന്ന് ഹെയ്റ്റിക്കെതിരെ ബ്രസീലിന് തകർപ്പൻ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് മഞ്ഞപ്പട ഹെയ്റ്റിയെ തോൽപ്പിച്ചത്. ഇരട്ട ഗോൾ നേടിയ മത്യൂസ് ക്യൂനയാണ് ബ്രസീലിന്റെ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. വിനീഷ്യസ് ജൂനിയറാണ് 3ാം ഗോൾ നേടിയത്. 23, 36 എന്നീ മിനിറ്റുകളിലാണ് മത്യൂസ് ക്യൂന ബ്രസീലിനായി ഗോളുകൾ നേടിയത്. ആദ്യ പകുതിയുടെ അധിക സമയത്തായിരുന്നു വിനീഷ്യസ് ജൂനിയറിന്റെ ബ്രസീലിനായുള്ള 3ാമത്തെ ഗോൾ. രണ്ടാം പകുതിയിലും ബ്രസീൽ ആധിപത്യം തന്നെ തുടരുകയായിരുന്നു. 63ാം മിനിറ്റിൽ ഹെയ്റ്റി ഗോളിന് തൊട്ടരികെ എത്തി ജീൻ റിഗ്നൻ ബെൽഗാർഡിന്റെ കോർണറിൽ ഗോൾ വരയ്ക്ക് മുന്നിൽ നിന്നുള്ള റിക്കാർഡോ ആഡയുടെ ഹെഡർ അലിസൺ രക്ഷപ്പെടുത്തി. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ബ്രസീൽ 4 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ പായിച്ചപ്പോൾ ഹെയ്റ്റിക്ക് ഒന്നുപോലും തൊടുക്കാനായില്ല. രണ്ടാം പകുതിയിൽ ഹെയ്റ്റി 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ തൊടുത്തപ്പോൾ ബ്രസീലിന് ഒന്നുപോലും പോസ്റ്റിലേക്ക് പായിക്കാനായില്ല. ഈ ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 1 സമനിലയുമായി 4 പോയിന്റോടെ ഗോൾ അടിസ്ഥാനത്തിൽ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ 1ാമതെത്തി. 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുള്ള മൊറോക്കോയാണ് 2ാമത്. ആദ്യ 2 മത്സരങ്ങളും തോറ്റ ഹെയ്റ്റി ലോകകപ്പിൽ നിന്ന് ഇതോടെ പുറത്താകുന്നു. 25-ന് സ്കോട്ട്ലൻഡിനെതിരെയാണ് ബ്രസീലിന്റെ ഗ്രൂപ്പിലെ അവസാന മത്സരം. അതേ ദിവസം മൊറോക്കോ ഹെയ്റ്റിയെ നേരിടും. അവസാന മത്സരത്തിലെ പ്രകടനമാകും ഗ്രൂപ്പിലെ ജേതാക്കളെ നിർണയിക്കുന്നത്. ലോകകപ്പിന്റെ തുടർന്നു വരുന്ന മത്സരങ്ങളിൽ ഇന്ന് രാത്രി 10:30-ന് നെതർലൻഡ്സ് സ്വീഡനെ നേരിടുന്നു. നാളെ പുലർച്ചെ 1:30-ന് ജർമ്മനി ഐവറി കോസ്റ്റിനെയും പുലർച്ചെ 5:30-ന് ഇക്വഡർ ക്യുറാക്കോയെയും നേരിടുന്നു. രാവിലെ 9:30-ന് തുനീഷ്യ ജപ്പാൻ പോരാട്ടം. നാളെ രാത്രി 9:30-ന് സ്പെയിൻ സൗദി അറേബ്യയെയും നേരിടുന്നു. ഒരു പന്ത്, ഒരു ലോകം. ലോകകപ്പ് വിശേഷങ്ങൾ. ലോകം ഒരു ഫുട്ബോളിലൂടെ ഒന്നിക്കുമ്പോൾ ലോകകപ്പ് പോരാട്ടങ്ങളുടെ അവലോകനവുമായി റേഡിയോ മാറ്റുലി നിങ്ങളോടൊപ്പം. ഒരു പന്ത്, ഒരു ലോകം.